വരുന്നു വരുന്നു വഴി വീടുക ഇവർ താൻ നമ്മ തലൈവർ നാടാർക്കാകെ തലൈവർ നാടാർക്കാകെ കാവലനായി ഓടിയെത്തും നാടാര സിംഹം ഇവർ താൻ നാടാര് തലൈവർ തുണയായി നിൽക്കും സേവകൾ നൽകും നാടാർ ഗൗഡർ ലോറൻസ് നമ്മ തലൈവർ നമ്മ തലൈവർ നമ്മ തലൈവർ നാടാർ ജനതയുടെ അന്തസ്സിനും പുരോഗതിക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച കേരള നാടാർ മഹാജനസംഘം KNMS സംസ്ഥാന പ്രസിഡന്റും നാടാർ സംയുക്ത സമിതി ചെയർമാനുമായ ഡോക്ടർ J. ലോറൻസിൻ്റെ സമുദായത്തോടുള്ള ഹൃദയംഗമായ തിരഞ്ഞെടുപ്പ് സന്ദേശം അറിയിക്കാനാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായി അദ്ദേഹം നാടാർ സമുദായത്തിലെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് തൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തലമുറകളായി നമ്മുടെ സമൂഹം കഠിനാധ്വാനത്തിനും അച്ചടക്കത്തിനും ധൈര്യത്തിനും ആത്മാഭിമാനത്തിനും പേരുകേട്ടതാണ്. എന്നാൽ നമുക്ക് സ്വയം ഒരു സത്യസന്ധമായ ചോദ്യം ചോദിക്കാം. നമ്മുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം നമ്മുടെ ശക്തിയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? നമ്മുടെ ശബ്ദം അർഹിക്കുന്ന ബഹുമാനത്തോടെ അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? നമ്മുടെ ശരിയായ സ്ഥാനം എവിടെയാണ്? ഈ വേദനാജനകമായ ചോദ്യമാണ് ഡോക്ടർ J. ലോറൻസ് ഇപ്പോൾ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും സ്ഥാനാർത്ഥികളോട് അവതരിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ചു. നാടാർ സമൂഹം കൂടുതലായി കാണപ്പെടുന്ന 9 മണ്ഡലങ്ങൾ സന്ദർശിച്ചു. അദ്ദേഹം രാഷ്ട്രീയ നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും സമുദായ അംഗങ്ങളെയും കണ്ടു. അദ്ദേഹം വ്യക്തമായി ധൈര്യത്തോടെ ഭയമില്ലാതെയും നാടാർ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ അവരോട് സംസാരിച്ചു. നാടാർ സമൂഹം ഇപ്പോൾ ഒരു നിശബ്ദ സമൂഹമല്ലെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അതേ, ആ ശക്തമായ ശബ്ദം കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഒടുവിൽ 5 നാടാർ സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചു. 3 പേർ LDFിലും 2 പേർ UDFിലും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഒരു തീരുമാനം നാടാർ സമൂഹത്തെ മുഴുവൻ പിടിച്ചു കുലുക്കി. നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരിൽ ഏകദേശം 65% ഉൾപ്പെടുന്ന പാറശാല മണ്ഡലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നാടാർ സ്ഥാനത്തെ നിർത്താൻ വിസമ്മതിച്ചു. മുൻ MLA ശ്രീ A.T. ജോർജ് നാടാർ സമൂഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ആദ്യം പലരും വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹം തൻ്റെ നിലപാട് മാറ്റി. മറ്റൊരു സ്ഥാനാർത്ഥിയെ പിന്തുണച്ചപ്പോൾ നിരവധി നാടാർ നേതാക്കളുടെ പ്രതീക്ഷകൾ തകർന്നു. എന്നാൽ ചരിത്രം എപ്പോഴും ഒരു കാര്യം തെളിയിക്കുന്നു: അനീതി ഉയരുമ്പോഴെല്ലാം വൈവിധ്യവും ഉയരും. ആ നിമിഷം തന്നെ നാടാർ സമൂഹത്തിൻ്റെ ഒരു ഇളയ സഹോദരൻ ധൈര്യത്തോടെയും ദൃഢനിശ്ചയത്തോടെയും ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. റോബിൻസൺ നാടാർ. ജയവും തോൽവിയും അല്ല സമുദായത്തിന് വേണ്ടത്, മറിച്ച് ധൈര്യവും വീറുമുള്ള ഇതുപോലുള്ള ചുണക്കുട്ടികളെയാണെന്ന് ഡോക്ടർ J. ലോറൻസ് പ്രചോദനം നൽകി. റോബിൻസൺ നാടാർക്ക് എല്ലാ പിന്തുണയും 1000 ആശംസകളും ഡോക്ടർ J. ലോറൻസ് നേർന്നു. ഇന്ന് മേഖലയിലുടനീളമുള്ള നാടാർ സഹോദരങ്ങൾ ഈ ധീരമായ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ സുന്ദരൻ നാടാരും കുഞ്ഞുകൃഷ്ണൻ നാടാരും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു വന്ന മണ്ഡലങ്ങളിലാണ് ഈ അവഗണന എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അടിയന്തരമായി പരിഗണിക്കേണ്ടതിൽ ചിലതായ നാടാർ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ സംവരണം, എല്ലാ നാടാർക്കും ഏകീകൃത സംവരണ സംവിധാനം, മറ്റു സമുദായങ്ങൾ സ്വീകരിക്കുന്നത് പോലെ നാടാർ വിദ്യാർത്ഥികൾക്കും തുല്യ സ്കോളർഷിപ്പുകൾ, നാടാർ കമ്മീഷൻ റിപ്പോർട്ട് ഉടനടി പുറത്തിറക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക, നമ്മുടെ ജനങ്ങൾക്ക് അന്തസ്സ്, സമത്വം, ധൈര്യം എന്നിവയുടെ സന്ദേശം നൽകിയ മഹാനായ ആത്മീയ പരിഷ്കർത്താവായ അയ്യാ വൈകുണ്ഠസ്വാമിക്ക് ഒരു മഹത്തായ സ്മാരകവും ലൈബ്രറി സമുച്ചയം സ്ഥാപിക്കുക എന്നിവയാണ്. ഇവ രാഷ്ട്രീയ ആവശ്യങ്ങളല്ല, നീതിക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ്. ഡോക്ടർ ലോറൻസുമായുള്ള ചർച്ചകളിൽ പല സ്ഥാനാർത്ഥികളും ഈ വിഷയങ്ങളുടെ ഗൗരവം അവർ മനസ്സിലാക്കി. ജയിച്ചാലും തോറ്റാലും ഈ വിഷയങ്ങൾ സർക്കാരിൻ്റെ മുമ്പാകെ ഉന്നയിക്കുമെന്നും ഭാവിയിൽ അവയെ പിന്തുണയ്ക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്തു. അത്തരം പ്രതിബദ്ധതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജനങ്ങളെ ബഹുമാനിക്കുകയും നമ്മുടെ ന്യായമായ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നേതാക്കൾക്കൊപ്പം എപ്പോഴും സമുദായം നിലകൊള്ളുമെന്ന് ഡോക്ടർ ലോറൻസ് അവർക്ക് ഉറപ്പ് നൽകി ആദരിച്ചു.
എന്നാൽ ഈ ഉറപ്പിനൊപ്പം ഓരോ നാടാർ കുടുംബത്തിനും അദ്ദേഹം ശക്തമായ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹത്തിൻ്റെ ഭാവി നമ്മുടെ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ശക്തി നമ്മുടെ ജനസംഖ്യയിൽ മാത്രമല്ല, നമ്മുടെ ശക്തി നമ്മുടെ കൂട്ടായ ശബ്ദത്തിലാണ്. നമ്മൾ ഭിന്നിച്ചു നിന്നാൽ മറ്റുള്ളവർ നമ്മുടെ ഭാവി തീരുമാനിക്കും. എന്നാൽ നമ്മൾ ഐക്യത്തോടെ നിന്നാൽ ഒരു രാഷ്ട്രീയ ശക്തിക്കും നമ്മെ അവഗണിക്കാൻ കഴിയില്ല. അതിനാൽ ഡോക്ടർ ലോറൻസ് എല്ലാ സമുദായാംഗങ്ങളോടും അവബോധത്തോടും ഉത്തരവാദിത്തോടും കൂടി സന്ദർഭത്തിനനുസരിച്ച് വരാൻ ആഹ്വാനം ചെയ്തു. നമുക്ക് വിവേകത്തോടെ വോട്ട് ചെയ്യാം, നമുക്ക് അന്തസ്സോടെ വോട്ട് ചെയ്യാം, നാടാർ സമൂഹത്തെ ബഹുമാനിക്കുന്നവരെ പിന്തുണയ്ക്കാം. നമ്മൾ വെറുമൊരു വോട്ട് ബാങ്കല്ല, മറിച്ച് ശക്തമായ ഒരു ജനാധിപത്യ ശക്തിയാണെന്ന് നമുക്ക് തെളിയിക്കാം. നാടാർ സമൂഹത്തിലും ഭരണത്തിലും തങ്ങളുടെ അർഹമായ സ്ഥാനത്തിനായി നിലകൊള്ളുകയും അവകാശങ്ങൾക്കായി പോരാടാൻ സദാ ഐക്യത്തോടെ അണിചേരുവാനും അദ്ദേഹം നിങ്ങൾ ഓരോരുത്തരോടും സസ്നേഹം അഭ്യർത്ഥിക്കുന്നു. നാടാർ സമൂഹത്തിൻ്റെ ഐക്യവും പുരോഗതിയും നീണാൾ വാഴട്ടെ. നാടാർ സമൂഹത്തിൻ്റെ ഐക്യവും പുരോഗതിയും നീണാൾ വാഴട്ടെ. ജയ് നാടാർ, ജയ് KNMS.